നമസ്കാരം. ജ്യോതിഷശാസ്ത്രം എന്നത് കർമ്മഫലത്തെയും ഗ്രഹനിലയെയും അടിസ്ഥാനമാക്കിയുള്ള ഒരു വഴികാട്ടിയാണ്. ഒരാളുടെ ജാതകത്തിൽ 2ാം ഭാവം ധനസ്ഥാനം, 11ാം ഭാവം ലാഭസ്ഥാനം, 9ാം ഭാവം ഭാഗ്യസ്ഥാനം എന്നിവ വിശകലനം ചെയ്താൽ മാത്രമേ സമ്പാദ്യത്തെക്കുറിച്ച് കൃത്യമായി പറയാൻ സാധിക്കൂ. എങ്കിലും പൊതുവായ ജ്യോതിഷതത്വങ്ങളനുസരിച്ച് ധനലബ്ധിക്കായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. 1. കർമ്മം തന്നെ പ്രധാനം. ജ്യോതിഷത്തിൽ വിധിയെ മാറ്റാൻ കർമ്മത്തിന് സാധിക്കുമെന്ന് വിശ്വസിക്കപ്പെടുന്നു. 10ാം ഭാവമാണ് കർമ്മസ്ഥാനം, പണമുണ്ടാക്കാൻ ഒരാൾ ചെയ്യേണ്ട ജോലിയെ സൂചിപ്പിക്കുന്നത്. നിങ്ങളുടെ ജാതകത്തിന് ചേരുന്ന മേഖല തെരഞ്ഞെടുത്ത് കഠിനാധ്വാനം ചെയ്താൽ മാത്രമേ ഭാഗ്യം തുണയ്ക്കുകയുള്ളൂ. 2. വ്യാഴത്തിന്റെയും ശുക്രന്റെയും അനുഗ്രഹം. സമ്പത്തിന്റെയും ഐശ്വര്യത്തിന്റെയും കാരകന്മാർ വ്യാഴവും ഗുരു ശുക്രനുമാണ്. വെനസ്. വ്യാഴം വിവേകവും സ്ഥിരമായ സമ്പത്തും നൽകുന്നു. ഇതിനായി മുതിർന്നവരെ ബഹുമാനിക്കുകയും സത്യസന്ധത പുലർത്തുകയും ചെയ്യുക. ശുക്രൻ ഭൗതികമായ സുഖസൗകര്യങ്ങൾ നൽകുന്നു. വൃത്തിയും വെടിപ്പുമുള്ള ജീവിത സാഹചര്യങ്ങൾ ശുക്രനെ പ്രസാദിപ്പിക്കും. 3. ധനലക്ഷ്മി പ്രീതി. ഐശ്വര്യത്തിന്റെ ദേവിയായ ലക്ഷ്മീദേവിയെ ആരാധിക്കുന്നത് സാമ്പത്തിക തടസ്സങ്ങൾ മാറാൻ സഹായിക്കും. വെള്ളിയാഴ്ചകളിൽ ലക്ഷ്മീദേവിക്ക് വിളക്ക് തെളിയിക്കുക. വീടിന്റെ വടക്ക് കിഴക്ക് ഭാഗം ഈശാനകോൺ വൃത്തിയായി സൂക്ഷിക്കുക. ഇവിടെയാണ് കുബേരന്റെയും ലക്ഷ്മിയുടെയും സാന്നിധ്യമുള്ളതെന്ന് കരുതപ്പെടുന്നു. 4. ദാനധർമ്മങ്ങൾ. ജ്യോതിഷപ്രകാരം കൈവശമുള്ള പണത്തിന്റെ ഒരു ചെറിയ ഭാഗം അർഹരായവർക്ക് ദാനം ചെയ്യുന്നത് ധനദോഷം അകറ്റാൻ സഹായിക്കും. ഇത് സമ്പത്ത് വീണ്ടും വർദ്ധിക്കാൻ കാരണമാകും. ലളിതമായ പരിഹാരങ്ങൾ. റെമഡീസ്. മഹാലക്ഷ്മി അഷ്ടകം നിത്യവും ജപിക്കുക. അനാവശ്യമായ ചെലവുകൾ ഒഴിവാക്കി പണത്തെ ബഹുമാനിക്കുക. ജ്യോതിഷത്തിൽ പണം ലക്ഷ്മീരൂപമാണ്. നിങ്ങളുടെ ജാതകത്തിൽ ഏതെങ്കിലും ഗ്രഹത്തിന് ദോഷമുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് ശനിദോഷം അല്ലെങ്കിൽ രാഹുദോഷം, അത് പരിഹരിക്കാനുള്ള വഴിപാടുകൾ നടത്തുക. ഓർക്കുക, ഉദ്യോഗിനം പുരുഷസിംഹമുപൈതി ലക്ഷ്മി. അധ്വാനിക്കുന്ന സിംഹതുല്യനായ പുരുഷനെ മനുഷ്യനെ തേടി ലക്ഷ്മിയെത്തും എന്നാണ് പ്രമാണം. ഇതുപോലുള്ള അറിവുകൾ മറ്റുള്ളവരിലേക്കുമെത്താൻ ഈ വീഡിയോ ഷെയർ ചെയ്യുക. പുതിയ അറിവുകൾ നേരത്തെ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യുക.